മൈക്രോമാക്സ് എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സുകളിൽ വരുന്ന ഒരു ഫസ്റ്റ് തോട്ട് ആയിരിക്കും ഫീൽഡ് ഔട്ട് ആയ കമ്പനി, ഫ്ലോപ്പ് കമ്പനി, സ്കാം ചെയ്യുന്ന കമ്പനി, അതായത് ഭയങ്കര നെഗറ്റീവ് തോട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ 2013, 14, 15 കാലഘട്ടങ്ങളിൽ പലർക്കും വളരെ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കമ്പനിയും കൂടിയാണ് മൈക്രോമാക്സ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചവരിൽ പലരുടെയും ഫസ്റ്റ് സ്മാർട്ട് ഫോൺ മൈക്രോമാക്സിന്റെ ഫോണായിരുന്നു. അതായത് മൈക്രോമാക്സ് ക്യാൻവാസ് 1, ക്യാൻവാസ് 2, ക്യാൻവാസ് 3, ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. അതായത് എവിടെ നോക്കിയാലും മൈക്രോമാക്സിന്റെ ഫോണുകളും മൈക്രോമാക്സിന്റെ ബോർഡുകളും മൈക്രോമാക്സിന്റെ കടകൾ. ഹ്യൂ ജാക്ക്മാൻ, അതായത് വുൾവറീനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയ ഒരു കമ്പനിയായിരുന്നു മൈക്രോമാക്സ്. ഓക്കെ, സോ ആ ലെവലിലാണ് മൈക്രോമാക്സ് കളിച്ചുകൊണ്ടിരുന്നത്. ചൈനയിൽ നിന്ന് ഫോണുകൾ ബൾക്കായിട്ട് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ബ്രാൻഡിന്റെ ഇങ്ങനെ ലോഗോ സ്റ്റാമ്പ് ചെയ്ത് വിൽക്കുക. ഇപ്പൊ ഈ കാണുന്ന ബോട്ടും പിന്നെ ഫയർ ബോൾട്ട്, നോയ്സ്, ബോൾട്ട്, ഈ പറഞ്ഞ ബ്രാൻഡുകൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ TWSും പിന്നെ സ്മാർട്ട് വാച്ചിൽ ചെയ്യുന്ന പരിപാടി, ഇതേ പരിപാടിയാണ് ആ കാലഘട്ടത്തിൽ മൈക്രോമാക്സ് ചെയ്തുകൊണ്ടിരുന്നത്. കോടികളാണ് അവരുണ്ടാക്കിയത്. അതായത് മൈക്രോമാക്സ് അതിന്റെ ഓണേഴ്സൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. പക്ഷെ പറന്ന് നടന്നാൽ മാത്രം പോരാ, നമ്മുടെ കാലുകൾ ഭൂമിയിൽ ഉറച്ച് ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. അവർ ചൈനയിൽ നിന്ന് ബൾക്കായിട്ട് ഫോണുകൾ ഇമ്പോർട്ട് ചെയ്യുന്നു, സ്റ്റാമ്പ് അടിക്കുന്നു, വിൽക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ശരിക്കുള്ള ചൈനക്കാർ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ, അതായത് അവർ നോക്കുമ്പോൾ ഇയാൾ ഇവിടെ വന്നിട്ട് ഫോണുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വിറ്റ് നല്ല കാശ് ഉണ്ടാക്കുന്നു, എന്നാൽ നമുക്ക് തന്നെ ഇറക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് മറ്റ് കമ്പനികൾ, ഫോർ എക്സാമ്പിൾ ഷൗമി, വിവോ, ഓപ്പോ എന്ന ബ്രാൻഡുകൾ ഇന്ത്യൻ മാർക്കറ്റിനെ സീരിയസ്ലി എടുക്കാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ കമ്പനികൾക്ക് നല്ല പ്ലാനിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും പിന്നെ ഇഷ്ടം പോലെ കാശ് ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ കുറഞ്ഞ റേറ്റിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ് ഒക്കെ ഇവർക്ക് തരാൻ കഴിഞ്ഞു. സോ ഈ പറഞ്ഞ കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ മേളിൽ അവരുടെ പിടിമുറുക്കിയപ്പോൾ നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയായ മൈക്രോമാക്സിന്റെ കാറ്റുപോയി. എന്നിട്ട് നവംബർ 2020 ചീനി കം എന്ന് പറഞ്ഞുകൊണ്ട് മൈക്രോമാക്സ് വീണ്ടും തിരിച്ചുവരവ് നടത്താൻ നോക്കി. ചീനി എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഒന്ന് പഞ്ചസാര, എല്ലാവർക്കും അറിയാലോ. സെക്കൻഡ് അർത്ഥമാണ് ചൈനക്കാർ. സോ ചൈനക്കാരെ ഹിന്ദിയിൽ ചീനി എന്നാണ് വിളിക്കുന്നത്. സോ ഇവർ ആദ്യം ഫീൽഡ് ഔട്ട് ആക്കിയ ചൈനീസ് കമ്പനികളെ ഒന്ന് കുറയ്ക്കണം, എന്നിട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയായ മൈക്രോമാക്സിന്റെ ഫോൺ വാങ്ങണം എന്നായിരുന്നു ഇൻഡയറക്ട്ലി മൈക്രോമാക്സിന്റെ CEO രാഹുൽ ശർമ്മ ഉദ്ദേശിച്ചത്. ആ വർഷമായിരുന്നു നമ്മുടെ ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ്, ഇന്ത്യ ചൈന സംഘർഷം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. അറിയാലോ, ഗൽവാൻ വാലി ആ ഒരു കോൺഫ്ലിക്റ്റ്. സോ ആ പറഞ്ഞ കാര്യങ്ങളും പുള്ളി ആ ഒരു ഇൻട്രോ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയോടുള്ള നമ്മുടെ സ്നേഹം ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു പുള്ളിയുടെ രണ്ടാം വരവ്. അത് ഒരുപാട് ക്രിയേറ്റേഴ്സ്, അതായത് ഞാൻ ഉൾപ്പെടെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അന്ന് അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ നല്ല ഫോണുകൾ ഇറക്കൂ, നല്ല ഫോൺസ് ആണെങ്കിൽ നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ആളുകൾ അത് വാങ്ങും, അതല്ലാതെ ഈ വളരെ ക്രിഞ്ചായ സംഭവം ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആക്ച്വലി. പക്ഷേ അവരതൊന്നും കേട്ടില്ല. മൈക്രോമാക്സിൻ്റെ രണ്ടാം വരവിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫസ്റ്റ് സീരീസ് അവർ ലോഞ്ച് ചെയ്തു, അതായിരുന്നു ഇൻ സീരീസ് അല്ലെങ്കിൽ ഇന്ത്യ സീരീസ്. ആക്ച്വലി ഞാൻ ആ ഒരു ഫോൺ വാങ്ങി നമ്മുടെ ഈ ചാനലിൽ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇൻ നോട്ട് 1 അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ പേര്. യെസ്, അതായിരുന്നു പേരെന്ന് തോന്നുന്നു. നവംബർ 2020 അന്ന് സ്കൂളിൽ പഠിച്ചവരത് നവംബർ 2020 സ്കൂളിൽ പഠിച്ചവരിപ്പം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നവരിപ്പം ജോലിക്ക് കയറിയിട്ടുണ്ടാവും. അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നവരിപ്പം കല്യാണങ്ങൾ കഴിച്ച് സുഖിച്ചിരിക്കുമായിരിക്കും. ഓക്കെ, എത്ര വർഷമായില്ലേ, മോർ ദാൻ 4 years. ഡീസൻറ്റ് ഫോണായിരുന്നു, അതായത് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ഫോൺ തന്നെയായിരുന്നു. പക്ഷേ വീണ്ടും പ്രോപ്പർ പ്ലാനിങ് ഒന്നുമില്ല, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒന്നുമില്ല. എന്തോ ഫാക്ടറിയുടെ വീഡിയോസൊക്കെ പുള്ളി ആ ഇൻട്രോ വീഡിയോയിൽ കാണിച്ചു എങ്കിലും അതിനുശേഷം ഫാക്ടറി എന്തായി, ഫോൺ എവിടെ, ഒരു ഐഡിയ ഇല്ല. അതായത് മൈക്രോമാക്സ് വീണ്ടും ഫീൽഡ് ഔട്ടായി. എന്നിട്ടിപ്പം രാഹുൽ ശർമ്മ, അതായത് മൈക്രോമാക്സിൻ്റെ CEO ആയ രാഹുൽ ശർമ്മ ഏതോ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് TV, ഡോർ ടിവിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് ചില ഇംഗ്ലീഷ്, ഹിന്ദി യൂട്യൂബേഴ്സ് അൺബോക്സ് ചെയ്തിട്ട് സ്കാം ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു ചെറുകഥ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഫോൺ മൈക്രോമാക്സിൻ്റെ ഒരു ഫോണാണ്. ആക്ച്വലി ഞാൻ 1500 രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന മൈക്രോമാക്സിൻ്റെ X1i ഫ്ലിപ്പ് ഫോണാണ്. വിചിത്രം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലായിടത്തും മൈക്രോമാക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും മൈക്രോമാക്സിൻ്റെ സ്വന്തം വെബ്സൈറ്റിൽ ഈ ഫോണില്ല. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. സോ അറിയില്ല ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ. ബോക്സ് കണ്ടിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. ഇവിടെ മൈക്രോമാക്സിൻ്റെ സീലും കാര്യങ്ങളൊക്കെ കണ്ടില്ല, സീലൊക്കെ ഉണ്ട്. സോ ഞാനിതൊരു അൺബോക്സ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം, എങ്ങനെയുണ്ടോ നോക്കാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. ലെറ്റ്സ് റോൾ. സോ ആദ്യം സീല്. ഇങ്ങനത്തെ ബോക്സ് കുറേ നാൾക്ക് ശേഷമാണ് അൺബോക്സ് ചെയ്യുന്നത്. ആക്ച്വലി ഫീച്ചർ ഫോൺസ് ഇതിന് മുമ്പ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, 2 വർഷം മുമ്പ് നോക്കിയയുടെ 1-2 വളരെ ഇൻട്രസ്റ്റിംഗ് ഫോൺസ് ഇറങ്ങിയായിരുന്നു. അതായത് ഫ്ലിപ്പുള്ള ഫോൺസ്. പിന്നെ ബാക്കിൽ വളരെ ഇന്നോവേറ്റീവ് ഒരു സംഭവമായിരുന്നു. ബാക്കിൽ അതിൻ്റെ കൂടെ ഇയർഫോൺസ് ഉണ്ടായിരുന്നു. അത് ബാക്കിൽ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഞാൻ ബീറോൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റുഡിയോയിലില്ല. ഉണ്ടോ?
ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി സോ അതിൻ്റെ ബീറോൾ ഞാൻ കാണിച്ചത്. അതിൻ്റെ ബാക്കിൽ ഇയർഫോൺസ് വെച്ചിട്ട് ഇയർഫോൺസ് അതുമായിട്ട് ലിങ്ക് ആവും ബ്ലൂടൂത്ത് വഴി. ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. സോ അതുപോലുള്ള ഫീച്ചർ ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ മറ്റൊരു ഇതിങ്ങനെ കേക്കിൻ്റെ പാക്കറ്റ് പോലെയുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. കൊച്ചു പുസ്തകം. ഓഹോ, ബാറ്ററി. യെസ്, ഇത് ഫീച്ചർ ഫോൺ ആയതുകൊണ്ട് ബാറ്ററി സെപ്പറേറ്റ് വരുന്നുണ്ട്. പണ്ട് ആക്ച്വലി സ്മാർട്ട് ഫോൺസിലും ബാറ്ററി സെപ്പറേറ്റ് വന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആൻഡ് ഇതെന്താ? ഓ, ചാർജർ. ആപ്പിൾ, സാംസങ്, നത്തിങ്. ചാർജർ വരുന്നുണ്ട്. ചാർജറിൽ മൈക്രോമാക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. ഐ തിങ്ക് ഫോൺ ഓൾസോ എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. ഒന്നും നോക്കണ്ട, സെയിം സംഭവമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ട് സ്റ്റാമ്പിങ്. സോ നമുക്ക് ഫോൺ നോക്കാം. അല്ല, വീഗൻ ലെതർ ഫിനിഷൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വീഗൻ ലെതർ ആണോ. അല്ല, നോർമൽ പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, പ്ലാസ്റ്റിക് ബിൽഡ് നമുക്ക് ഈ ഒരു പ്രൈസിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. യെസ്, പണ്ടത്തെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. പണ്ടത്തെ അല്ലേ ഈ ഫീച്ചർ ഫോൺ ഇപ്പോഴും ഉണ്ട്. പക്ഷേ പണ്ട് എല്ലാ ഫോണും ഇങ്ങനെ ആയിരുന്നല്ലോ. സോ ഇതിൻ്റെ അകത്ത് ബേസിക്കലി ബാറ്ററി ഇടണം. അതിൻ്റെ കൂടെ തന്നെ നാനോ സിം, 2 നാനോ സിമ്മിന് വേണ്ടിയുള്ള സ്ലോട്ട് ഉണ്ട്. പിന്നെ ഒരു മൈക്രോ SD സ്ലോട്ട് ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണല്ലോ. തീർച്ചയായിട്ടും ഇപ്പം ഞാൻ സാംസങ് S25 അൾട്രയുടെ വെയിറ്റ് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നോർമലി ഫീച്ചർ ഫോൺ കുറച്ചും കൂടി വെയിറ്റ് കാണുമല്ലോ. അതായത് പ്ലാസ്റ്റിക് ആയിരിക്കും, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആയിരിക്കും. ഇതെന്തോ എനിക്കിത് ഇത്രയും പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും ബ്രോ 1500 രൂപയ്ക്ക് ഇത്രയല്ലേ കിട്ടുള്ളൂ, ഇത്രയെങ്കിലും തരുന്നില്ലേ, ഫ്ലിപ്പ് ഫോണൊക്കെ തരുന്നില്ലേ എന്ന്. 2000 രൂപയുടെ താഴെയുള്ള കിഡിലൻ ഫീച്ചർ ഫോൺസ് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യാം. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള ഫീച്ചർ ഫോൺസ്. സോ നമ്മുടെ ഫ്ലിപ്പ് ഫോണിൻ്റെ ഫസ്റ്റ് ടെസ്റ്റാണ് ഇങ്ങനെ. യെസ്, ഓപ്പൺ ആവുന്നുണ്ട്. ദാറ്റ് ഈസ് നൈസ്. സിംഗിൾ ക്യാമറ ഉണ്ട്. താഴെ ഫ്ലാഷ് ആണ്. മേളിൽ ടോപ്പ് സ്പീക്കേഴ്സ്, താഴെ മൈക്ക്. പിന്നെ നൈസ് ടൈപ്പ് സി പോർട്ട് ഫീച്ചർ ഫോൺസിലും വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് വെരി നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ടൈപ്പ് സി പോർട്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഫോണിൽ പോലും ഇല്ലാത്തൊരു ഫീച്ചർ ഇതിലുണ്ട്. അതാണ് 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എല്ലാ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 365 ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ മൈക്രോമാക്സിൻ്റെ കമ്പനി ഒരു വർഷം ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി റീപ്ലേസ്മെൻറ്റ് പോളിസി ഉണ്ട്. പിന്നെ യെസ്, റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ക്ലോസപ്പ് കാണിച്ചു തരാം. ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, നൈസ്, ഗുജറാത്തി, കന്നഡ, മറാഠി, തമിഴ്, തെലുഗു. മലയാളം എവിടെ? സോ അവരിങ്ങനെ മേളിൽ നിന്ന് തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒറ്റ യൂട്ടേൺ. കേരളം തൊടാതെ അങ്ങ് നേരെ കർണാടക വഴി മഹാരാഷ്ട്ര, മറാഠിയൊക്കെ ഉണ്ട്. സോ അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ഒന്ന് കുറച്ചുകൂടി ഒന്ന് താഴേക്ക് വന്നിട്ട് കേരളം ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് പോയാൽ പോരായിരുന്നോ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പിന്നെ ഞാനൊരു ഫൺ ഫാക്റ്റ് പറഞ്ഞുതരാം. ആക്ച്വലി നമ്മുടെ മൈക്രോമാക്സിൻ്റെ CEO ആയ രാഹുൽ ശർമ്മയുടെ വൈഫ് ആരാന്നറിയാം? മലയാളിയായ നടി അസിനാണ്. ഓക്കെ, അറിയില്ലായിരുന്നല്ലോ? അറിയായിരുന്നു. എനിവേ, ഒരു ഫൺ ഫാക്റ്റ് ആയിരുന്നു, അത്രേ ഉള്ളൂ. 2.4 ഇഞ്ച് സൈസുള്ള ഒരു കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. യൂസർ ഇൻ്റർഫേസ് ടിപ്പിക്കൽ ഒരു ഫീച്ചർ ഫോണിൽ കിട്ടുന്ന യൂസർ ഇൻ്റർഫേസ്. കോൺടാക്ട്സ് ഉണ്ട്, ക്യാമറ ഉണ്ട്, വയർലെസ് FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്പീക്കർ പെർഫോമൻസ് വളരെ വളരെ ഡീസൻ്റ് ആണ്. കോപ്പറേറ്റ് അടിക്കുകയോ? ഇനി സ്പീക്കർ പെർഫോമൻസ് വളരെ ആവറേജ് ആണ് നമുക്ക്. പിന്നെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഫോൺ കോൾ റിസീവ് ചെയ്യാം. എന്നിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഫോൺ കട്ട് ആവുന്നുണ്ട്. പിന്നെ കോൾ റെക്കോർഡിങ്ങിന് സംവിധാനം തന്നിട്ടുണ്ട്. ആൻഡ് ഈവൻ മ്യൂസിക് പ്ലെയറും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പാട്ടൊക്കെ ഇട്ട് കേൾക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുകൊണ്ട് ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഞാൻ ഈ ഒരു ഫോൺ എത്ര തവണ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്ത് കാണും? ഇപ്പോഴാണ് അൺബോക്സ് ചെയ്ത്. എത്ര തവണ ചെയ്ത് കാണും? ഒരു 8-10 തവണ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്ത് കാണും. ബാക്കിലെ ഹിഞ്ച് ക്രാക്കായി. ഞാൻ കാണിച്ചു തരാം ക്ലോസപ്പ്. കണ്ടില്ലേ? പ്രോപ്പർ ക്രാക്കാണ്, സ്ക്രാച്ച് ഒന്നുമല്ല. അൺബോക്സ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ഭയങ്കര പന്ന ക്വാളിറ്റിയാണെന്ന്. അതായത് ഇതിനേക്കാൾ ഭേദം ആക്ച്വലി അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പണ്ടത്തെ ടോയ് ഫോണാണ്. അത് പിള്ളേർ എത്ര ഇങ്ങനെ ഓപ്പൺ ക്ലോസ് ചെയ്താലും എറിഞ്ഞു കളിച്ചാലും അത്രയും പെട്ടെന്ന് പൊട്ടത്തൊന്നുമില്ല. ഇതെന്താ സംഭവം? ഇത് നിങ്ങൾ ഈ കൈ കണ്ടോ? ഈ കയ്യിലുള്ള ഈ തഴമ്പ് കണ്ടോ? ഏകദേശം 1500 ഫോണുകൾ ഞാൻ ഈ കൈകൾ കൊണ്ട് അൺബോക്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ തഴമ്പാണ്. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു പരിഹാരമില്ല. ദിസ് ഈസ് ഇൻക്യൂറബിൾ. മൈക്രോമാക്സിനെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതായത് എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയെങ്കിലും മൈക്രോമാക്സിൻ്റെ ബ്രാൻഡോ അവരുടെ പേരോ നിങ്ങൾ കണ്ടാൽ അപ്പം തന്നെ തിരിഞ്ഞോടിക്കണം. അതിൻ്റെ അർത്ഥം ഈ വീഡിയോ ക്ലോസ് ചെയ്ത് പോകരുത്. ഓക്കെ, ഈ വീഡിയോയുടെ മേളിൽ മൈക്രോമാക്സ് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ക്ലോസ് ചെയ്യരുത്. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള, അതായത് 2000 റുപ്പീസിൻ്റെ ഈവൻ 1500 റുപ്പീസിൻ്റെ താഴെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫീച്ചർ ഫോൺസ് കാണിച്ചു തരാം. അതായത് കണ്ടോ, നോക്കിയ 105. ഞാനിവിടെ എൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം 1.5 ലക്ഷം പേരാണ് റേറ്റിംഗ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും 4 സ്റ്റാർ ആണ്. UPI ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇതിൻ്റെ ബാക്കിൽ ക്യാമറ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ്
UPI ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഈ SMS ബേസ്ഡ് UPI ഉണ്ട്. ആ UPI നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ UPI പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി, വയർലെസ് FM റേഡിയോ ഒക്കെ ഇതിലും പ്രോപ്പർ ഫീച്ചർ ഫോണാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് നോക്കിയയുടെ തന്നെ 130 മ്യൂസിക് ഉണ്ട്. ഇതിലും മ്യൂസിക് എന്ന് പേരുള്ളതുകൊണ്ട് ഐ തിങ്ക് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ പെർഫോമൻസ് കിട്ടും. പിന്നെ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഇവിടെ ഉണ്ട്. SD കാർഡ് ഇടാൻ പറ്റും. മ്യൂസിക്കിന് വേണ്ടിയുള്ള ബട്ടൺസ്, പിന്നെ വേറെ കളർ ഓപ്ഷൻസും വയർലെസ് FM ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇനി നോക്കിയ വേണ്ട എങ്കിൽ മോട്ടോറോളയുടെ A50 ഉണ്ട്. ഇവിടെ ഡ്യുവൽ സിം ഇടാൻ പറ്റും. ഇതിൽ ക്യാമറ ഉണ്ട്. ടോർച്ച് വരുന്നുണ്ട്. 1750 mAh ബാറ്ററി ഉണ്ട്. ഇതിനേക്കാളും വലിയ ബാറ്ററി ഇവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1500 രൂപയ്ക്ക് കിട്ടും സാധനം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ 1500-2000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡിജിറ്റൽ ക്യാമറ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കേണ്ട. ഫോട്ടോസൊക്കെ കണ്ടില്ലേ ഈ ഫോൺ വെച്ച് എടുത്തിരിക്കുന്ന. ഫീച്ചർ ഫോണിൻ്റെ പരസ്യങ്ങളിൽ ഇങ്ങനത്തെ തള്ളൊക്കെ ഉണ്ടാവും. ഈവൻ സ്മാർട്ട് ഫോൺസിൽ ഓരോ തള്ളുണ്ട് ക്യാമറയുടെ. പിന്നെ DSLR വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ സ്മാർട്ട് ഫോണിൻ്റെ ഫോട്ടോസാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എനിവേ, സോ ഓവറോൾ ഐ തിങ്ക് ഈ മോട്ടോറോള ഫോണാണെങ്കിലും നോക്കിയ ഫോണാണെങ്കിലും ബെറ്റർ ഫോൺസ് ആയിരിക്കും. കാരണം മുതിർന്നവരല്ലെങ്കിൽ പ്രായമുള്ളവരാണ് ഉപയോഗിക്കുന്നത്. വീട്ടിൽ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടബിളി ഒന്നെങ്കിൽ ഇവിടുത്തെ പോക്കറ്റിലോ അല്ലെങ്കിൽ അവരുടെ ചെറിയ പേഴ്സിൽ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയാണ്. ഇത് പൊട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ക്രാക്ക് ആവുന്ന. ഐ ഫെൽറ്റ് ലോ ക്വാളിറ്റി സാധനമായിരിക്കും, 1500 രൂപയാണ്. പക്ഷേ പൊട്ടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ലോസാണ്. കാരണം ഇത് ഹിഞ്ച് കേടായി പോയാൽ പിന്നെ കഴിഞ്ഞ് ഇതിൻ്റെ ഈ പരിപാടി. പിന്നെ ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 2 ഭാഗങ്ങൾ വെവ്വേറെ കിടക്കും. നമുക്ക് പണ്ട് നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്, നല്ല നൊസ്റ്റാൾജിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള ബ്രാൻഡുകളുടെ ഫോൺസ് ഒന്നും വാങ്ങരുത്. ഓക്കെ, വെറുതെ കാശ് പോകത്തേ ഉള്ളൂ. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഫെറ്റെക് സൈനിങ് ഓഫ്. ബൈ.